തന്നെ ചില കാര്യങ്ങളൂടെ പറഞ്ഞു പോകാം. ജോസി സഹോദരി പ്രാർത്ഥിപ്പാനുള്ള കൃപാവരം ചോദിച്ചു. കർത്താവ് പ്രാർത്ഥിക്കാൻ കൃപ തരും. പക്ഷേ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം? വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്, ഭർത്താവിനെ നന്നായി ശുശ്രൂഷിച്ചിട്ട്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത്, വീട് നല്ലപോലെ അലങ്കരിച്ച് മനോഹരമാക്കി, എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കാരണം നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്, ആരാധനയാണ്. നമുക്ക് തന്ന പങ്കാളിയെ ശുശ്രൂഷിക്കുന്ന ഒരു ആരാധനയാണ്. വീട്ടിൽ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു ആരാധനയാണ്. നിങ്ങൾക്ക് നൽകുന്ന ജോലി സ്ഥലത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്ന ഒരു ആരാധനയാണ്, അതൊരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്തിട്ട് വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, മുട്ടുമടക്കാനും ദൈവസന്നിധി ഇരിക്കാനും. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ്. കർത്താവ് തന്നതല്ലേ, അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ആരാധന. ചിലർ പറയും എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും വൈകിട്ടും ഒക്കെ ആഴ്ചയിലെ 7 ദിവസവും ഓരോ കൂട്ടായ്മ പറഞ്ഞൊക്കെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞോടി ബൈബിളും എടുത്തു വെച്ച് വെള്ളവസ്ത്രവും ഇട്ടും തലേ തുണിയൊക്കെ ഇട്ടങ്ങ് പുറപ്പെടും. അവർ ശരിക്കും പറഞ്ഞാൽ അവർ ദൈവത്തെ അവഹേളിക്കുകയും ദൈവനാമത്തിന് അപകീർത്തി ഉണ്ടാക്കുക. കാരണം അവർ നിമിത്തം കുടുംബം അവരെ പഴിയാരും. അവളൊരു ഉത്തരവാദിത്തമില്ല, അവളൊരു വീട്ടിലെ കാര്യങ്ങൾ നോക്കത്തില്ല, കുഞ്ഞുങ്ങളെ നോക്കത്തില്ല, കുടുംബകാര്യം നോക്കത്തില്ല, രാവിലെ ബൈബിളും കഷത്തി വെച്ചങ്ങ് പോവും. ദൈവനാമത്തെ അപമാനിക്കാനിടയായി തരും. ലോകത്തിന് മുമ്പിൽ അവർ നോക്കുമ്പോൾ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്, പക്ഷേ അവർ കുടുംബത്തിൽ അപമാനമാണ്, ദൈവരാജ്യത്തിന് അപമാനമാണ്. ക്രിസ്തു അവരിൽ പ്രസാദിക്കുന്നില്ല. എന്നാൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്ത് ഞെരുക്കങ്ങളും വേദനകളും അപമാനങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളുടെയും ഇടയിൽ നീ കണ്ണുനീരോടെ കിച്ചണിൽ നിന്ന് പറയുന്ന ഒരു വാക്കിന് സ്വർഗം പ്രസാദിക്കും. നീ കണ്ണുനീരോടെ നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദനയോടെ അപമാനം സഹിച്ചുകൊണ്ട് നൊമ്പരത്തോടെ ആ കഷ്ടതയിൽ നിന്ന് പറയുന്ന ഒരു വാക്ക് സ്വർഗം പ്രസാദിക്കും. ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അത് പ്രത്യേക എല്ലാവരും ഓർത്തോണം. ദൈവത്തിന് മഹത്വം. സ്തോത്രം.